ഈമാനും അറിവുള്ള എല്ലാവരെയും അല്ലാഹു ഉയർത്തുകയില്ല. ചില ആളുകളെ പിന്നെ തബീദിന്റെ പിന്നാണ് ചില ആളുകളെ ഉയർത്തുള്ളൂ. എല്ലാവരെയും അല്ലാഹു ഉയർത്തുകയില്ല. ആ ഉയർത്തിയവരെ ഹിദായത്തുള്ളവർക്ക് തിരിയും. ആ ഹിദായത്തുള്ളവരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട വടകര മുതലായിത്തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ റളിയല്ലാഹു. മൂന്നാൾ എന്നോട് അന്ന് പറഞ്ഞു എന്നതാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ നോക്കൂ, എത്ര വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഉള്ളാളപ്പാപ്പ എല്ലാ കിതാബും കാണാണ്ട് തീർച്ചയെടുത്തു. വലിയ ബുദ്ധിമാനിയാണ്. തഫ്സീർ ജലാലീൻ ഓതുമ്പോ എല്ലാ ശറവും കാണാൻ, ആയത്ത് കാണാൻ കഴിയും, ശറവും കാണാൻ കഴിയും. അങ്ങനെ കണ്ണിം വലിയാരത്തെ ഓതി. കണ്ണിം വലിയാരെ പറ്റി ഉള്ളാളപ്പാപ്പക്കുള്ള മതിപ്പ് കണ്ണിം പറഞ്ഞത്, വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ട് എഴുതിയത് എനിക്ക് കണ്ണിയത്തെ അഹമ്മദിന് തിരിയാതില്ല എന്നാ പറഞ്ഞു. ബഹുമാനപ്പെട്ട കണ്ണിൻ ലാഹിറും ബാത്തിനുമായ വലിയാണെന്ന ഉള്ളാളപ്പാപ്പന്റെ ഉറച്ച വിശ്വാസം. അങ്ങനത്തെ ഒരു തോതി പഠിച്ച് വെല്ലൂര് പോകാൻ സമ്മതം ചോദിച്ചപ്പോ പാപ്പനോട് കണ്ണിമലിയാര് പറയാ, പറമ്പുക്കടയിൽ അബൂബക്കർ വരുന്നുണ്ട്, തളിപ്പറമ്പിൽ ആടെ പോയി ഓതാൻ. അങ്ങനെ ഓർ പറയും, നമ്മള് ശബ്ദം അറിയും, ഓർക്കത് പറയാലോ. അങ്ങനെ നമ്മളൊക്കെ വലിയൊരു ഉസ്താദ്മാര് പറഞ്ഞ ആര് കേൾക്കാനാ? തങ്ങള് പാപ്പ കണ്ണിമലിയാര് പറഞ്ഞതിന് അപ്പുറം വേറൊന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്ത് ബഹുമാനാണ് ഉസ്താദ്മാരോ. അങ്ങനെ അതനുസരിച്ച് തളിപ്പറമ്പിലേക്ക് ഓതാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ആ കാലത്ത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവിടെ ഒരു ദർസിലുണ്ട്, EK അസം മുസ്ലിയാരുണ്ട്. അന്നാണ് ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി മുസ്ലിയാരുണ്ടായത്. അതൊരു കാലഘട്ടവും വലിയ ചരിത്രവുമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ശംസുൽ ഉലമ എത്ര വലിയ പണ്ഡിതന. എന്നോട് CM വലിയുള്ള പറയാ, ശംസുൽ ഉലമ എത്ര വലിയ പണ്ഡിതന. അവര് വെല്ലൂരിൽ പഠിച്ചാ പോയപ്പോഴേ ഒരു പരീക്ഷയിൽ 99 മാർക്ക് കൊടുത്തപ്പോ, മാർക്ക് കിട്ടിയപ്പോ 100 ഇല്ല. മുപ്പരെ മാർക്ക് ഇട്ട ആളെ അന്വേഷിച്ചെടുക്കുക. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ ഒരു മാർക്ക് കുറയാൻ കാരണം? ഉസ്താദ് പേടിച്ചിട്ട് ഇങ്ങോട്ട് മാടിച്ച് പേപ്പർ അടിച്ചിട്ട് 99 കൂട്ടണ 1 + 100 ഇട്ട് കൊടുത്ത ആളാ. എന്ത് വലിയ ബുദ്ധിയാണ്. ഞാൻ അധികം സംസാരിക്കുകയല്ല, വല്ലാത്ത ബുദ്ധിമാനാണ്. എന്നാൽ എത്രയാണ് കിതാബ്, ഇത്ര ദിവസത്തിന്റെ ആ സുബഹി വരെ കിതാബ് നോക്കി ചരിത്രം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവെത്രയാ. ഇവിടെ ക്രിസ്ത്യപാതിരിയുമായ ഒരു വാദപ്രതിവാദത്തിന്റെ സമയത്ത് എല്ലാവരെയും ഒഴിവാക്കി ഞാൻ ഒറ്റക്ക് മതിയടോ എന്ന് പറഞ്ഞിട്ട് വാദപ്രതിവാദത്തിൽ ജയിച്ച ചരിത്രത്തൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി പൊതുപരിഭാഷ നിർത്താൻ വേണ്ടി ലോകത്തോട് ആഹ്വാനം ചെയ്തപ്പോൾ ശംസുൽ ഉലമ കത്തയച്ചതാ. കിതാബോ ഹദീസോ എന്ത് അടിസ്ഥാനങ്ങൾ പറയാൻ കാരണം തെളിയിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായി വാദപ്രതിവാദത്തിന് തയ്യാറാണ്. അവർ ഉടനെ തന്നെ രണ്ടാമത് യോഗം ചേർന്ന് ആ തീരുമാനത്തിൽ പിന്മാറിയതാണ്. ആരാ ശംസുൽ ഉലമ വിചാരിച്ചോ? ബഹുമാനപ്പെട്ട CM വലിയ എന്നോട് നമ്മളോട് പറയാ, നിങ്ങൾക്കറിയോ ശംസുൽ ഉലമ എത്ര വലിയ മഹാൻ. ഞാൻ ചെറുപ്പത്തിൽ അവരുടെ തോതി, അവര് ബന്ധക്കാരാണ്, പകുതി പ്രായ ചെറുപ്പുണ്ടാവും. ഞാൻ നേരത്തെ പറയല്ലോ, ഓരോ ഉപ്പ കോയോട്ടിവിളിയാരും ഇവിടെ വരികയും വലിയ ബന്ധക്കാരാണ്. എന്നിട്ട് ശംസുൽ ഉലമ ഇപ്പോൾ ഇവിടെ വരുന്നു, കാരണം അവർ ഹിദായത്തുള്ളവരാണ്. ഞാനൊരിക്കലും ഓര് കാണാൻ വന്നപ്പോ ഞാൻ കണ്ടു എന്തു വലിയ ബഹുമാനാണ്. മധുക്കുട്ടിയായി വീട്ടിൽ വന്നപ്പോ ഓർ കിടക്കുകയാണ്. അപ്പൊ ആചാര്യ പെട്ടെന്ന് ഒരു ഇരുമ്പിന്റെ കശാല ഇരുന്നില്ല. എത്ര വലിയ പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പിന്നീട് പറയുന്നു, വടകര മുതലായി ഇത്ര വലിയ മഹാൻ. ഞാൻ കുഞ്ഞായപ്പോൾ അവിടെ എടുത്ത് കാണാൻ പോകാമായിരുന്നു. വടകര ഊര് പിന്നെ ഈ ശംസുൽ ഉലമാന്റെ മാതിരിയോ ശൈഖ് അസ്ഹറിന്റെ മാതിരിയോ അല്ല. അവർക്ക് ഇങ്ങനെ നോക്കിയാൽ 7 ആകാശവും 7 ഭൂമിന്റെ അടിയും കാണും. അതേ പേരുള്ള ഒരു മുഹമ്മദാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അവിടെ തന്നെ. അവിടെ മൂപ്പര് റമദാൻ മാസത്തിൽ ലീവിൽ ഉസ്താദന്മാരൊക്കെ നാട്ടിൽ വന്നാല് തിരിയാത്ത കിതാബിന്റെ വിദ്യാർത്ഥികളെ സംശയം ചോദിക്കാൻ വേണ്ടി പോണ ഒരാളാണ്. ഞാൻ അയാളോട് ചോദിച്ചപ്പോ പറഞ്ഞു, എന്താണ് നിങ്ങൾ എവിടുന്നാണ് നിങ്ങൾക്ക് ഇൽമൊക്ക? എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ വെച്ച് പിടിച്ചിട്ടേ ഒരു 9 മണിയാകുമ്പോ നേരെ വടകര മുതലായി തങ്ങളെടുത്ത് പോയി മുഖത്ത് നോക്കി ഇങ്ങനെ കുത്തിരിക്കും. എന്റെ എല്ലാ ഇസ്കാരം എത്ര വലിയ പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു കൊടുത്തു. നമ്മുടെ നാട്ടിൽ എത്ര വലിയ വലിയ മഹാന്മാരായ ആലിമീങ്ങളും ഔലിയാക്കന്മാരും കഴിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട ശൈഖ് റളിയല്ലാഹു അവര് ഓരോരോ വിഷയത്തിൽ കഴിവുള്ള ഉസ്താദന്മാരെടുത്ത് പോയിട്ട് ആട് ഓതി പഠിച്ചു. എന്നിട്ട് പിന്നീട്
ഹദീസിന്റെ വിഷയത്തിൽ മാത്രം 5 കൊല്ലക്കാർ സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ശൈഖുൽ ഹദീസായി പഠിച്ച മഹാനാ. ഇവരൊക്കെ എന്റെ അടുത്ത് വരുന്നു. എന്താ കാരണം? ഇതായിട്ടുള്ളവരാണ് അവര്. ഇൽമിന്റെ അഹ്ലുകാരായ ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മനസ്സിലാക്കി തരുന്നത് പോലെ ബഹുമാനപ്പെട്ട ഔലിയാക്കളെ സംബന്ധിച്ചു, ബഹുമാനപ്പെട്ട സുൽത്താൻ ഖുതുബുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമുക്ക് മനസ്സിലാക്കി. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഈ മുഹമ്മദായി ശംസുൽ ഉലമാ, ബഹുമാനപ്പെട്ട ശൈഖ് ഇതുപോലത്തെ മഹത്തുക്കൾക്ക് എല്ലാം ഉള്ളത്. അതിനേക്കാൾ എത്രയോ വലിയ പദവിയിലെത്തിയ അല്ലാഹുവോട് കൊടുത്തു, പഠിച്ചോനെ എനിക്ക് എത്ര വലിയ സ്ഥാനമാണ് നീ തന്നത് ഓർ എന്നെ പറഞ്ഞതാണ്. ആ പദവികളൊക്കെ ഇപ്പൊ സുൽത്താൻ അല്ലാഹു തആല കൊടുത്തുന്ന നമ്മുടെ വിശ്വാസം.